ഉമ്മ നിങ്ങൾ സ്വർഗത്തിൽ പോണ്ട, അവിടെ കിടക്കുന്നു. ബാംഗ്ലൂരിൽ നിന്ന് വണ്ടി കയറിയിട്ടുണ്ട്, ഫ്ലൈറ്റ് എടുക്കാൻ ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട്, അവൻ 5 മണിക്ക് വരും, അവിടെ കിടക്കാൻ പോണ്ടാന്ന്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. വാപ്പ എന്താ പറയണേ? ഒരു മയ്യത്തിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ ദ്രോഹം അതാടോ. സ്വന്തം വാപ്പ ഈമാനോടുകൂടി മരിച്ച് സ്വർഗം കണ്ടിട്ട് മരിച്ചടക്കാം. വാപ്പ പറയുന്നു എന്നെ സ്വർഗത്തിൽ വിടടാ, അവിടെ കിടക്ക് വാപ്പ, ഗൾഫിൽ നിന്ന് ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട്, ഇനി അവൻ വരണം, അവൻ 5 മണിക്ക് വരും, നമുക്ക് 7 മണിക്ക് കൊണ്ടടക്കാം. ഇങ്ങനെ വെച്ച് മയ്യത്തിങ് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കാം. എന്റെ പ്രിയപ്പെട്ട സഹോദര, ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ കാണിക്കേണ്ടവരെ കാണിക്കണം, എന്നിട്ട് പെട്ടെന്ന് കൊണ്ടുപോയി കബറടക്കണം. ഇല്ലെങ്കിൽ ആ ജനാസ നിന്നെ ശപിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇന്ന് അതൊക്കെ ഒരു മോഡലായി മാറിയിരിക്കുന്നു. അതൊക്കെ ഇന്നൊരു ഫാഷനായി മാറിയിരിക്കുക. മരിച്ചാൽ പെട്ടെന്ന് കൊണ്ടുപോയി കബറടക്കുന്നത് ശരിയല്ലല്ലോ. ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന് അൽഹംദുലില്ലാ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ കാണിക്കണം, സെൽഫിയൊക്കെ എടുക്കണം എന്ന കാലം അങ്ങനെ ആയിപ്പോയി. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, 4 കാര്യങ്ങൾ ചെയ്യണമെന്ന് തോന്നിയാൽ അപ്പ ചെയ്യണം, പിന്നത്തേക്ക് മാറ്റിവെക്കരുത്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ആ 4 കാര്യങ്ങളിൽ ഒന്ന്, നിസ്കരിക്കണമെന്ന് തോന്നിയാൽ അപ്പ നിസ്കരിക്കണം. അത് പിന്നത്തേക്ക് മാറ്റിവെച്ച നടക്കാറില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. സുബഹിക്ക് ബാങ്ക് വിളിച്ചു, ഒന്ന് ഉണർന്നു, ആ ബാങ്ക് വിളിച്ചു, 1/2 മണിക്കൂറുണ്ടല്ലോ ഇഖാമത്ത് കൊടുക്കാൻ, ഒന്നുകൂടെ കണ്ണടച്ചേക്കാം. പിന്നെ കണ്ണ് തുറക്കുമ്പോൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ടാകും. നിസ്കരിക്കണമെന്ന് തോന്നിയാൽ അപ്പ തന്നെ നിസ്കരിക്കണം. പിന്നത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് നടക്കാറില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. 2 വീട്ടിൽ ആരെങ്കിലും മരിച്ചു, കാണിക്കേണ്ടവരെ കാണിക്കണം, പെട്ടെന്ന് കൊണ്ടുപോയി കബറടക്കണം. ഇല്ലെങ്കിൽ നാട്ടുകാർ പറയും എവിടെങ്കിലും കൊണ്ട് കുഴിച്ചിടാൻ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. 3 സദക്ക കൊടുക്കണമെന്ന് തീരുമാനിച്ചാൽ അപ്പ കൊടുത്തോണം. അപ്പൊ ഇപ്പൊ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് മദ്രസയ്ക്ക് വേണ്ടിയാ, അൽഹംദുലില്ലാ ഒരു 25,000 രൂപ കൊടുക്കണം, നിയ്യത്ത് ചെയ്തു. വീട്ടിൽ പോകുമ്പോ ഭാര്യയോട് പറഞ്ഞേടി ഞാനൊരു 25,000 കൊടുക്കാന്ന് വിചാരിക്കും. അള്ളാഹുവേ, നിങ്ങൾ എന്ത് കണ്ടിട്ടാ? സ്കൂൾ തുറക്കാറായില്ലേ, ആകെ പ്രയാസമല്ലേ? ഭാര്യ അത് വെട്ടും, പകുതിയാക്കും. അവസാനം ഒരു 5,000 രൂപയെങ്കിലും കൊടുത്താലായി. ഇവിടെ സദക്ക കൊടുക്കണമെന്ന് തീരുമാനിച്ച അപ്പ തന്നെ കൊടുക്കണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. 4ാമത്തെ കാര്യം, ആണുങ്ങളും പെണ്ണുങ്ങളും കേൾക്ക്, പ്രത്യേകിച്ച് മാതാപിതാക്കൾ കേൾക്കണം. 4ാമത്തെ കാര്യം എന്താ? ഉറങ്ങുന്ന ഉമ്മമാരൊക്കെ ഒന്ന് എഴുന്നേറ്റ്, ഉറങ്ങണ മാതാപിതാക്കളൊന്ന് എഴുന്നേറ്റ്. എഴുന്നേക്കനല്ലെന്ന് ഒന്ന് ഉണർന്ന ഈ പറയണ കാര്യം ഒന്ന് കേൾക്കാനാ. 4ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നിന്റെ മക്കൾക്ക് പ്രായപൂർത്തിയായി, ആണാകട്ടെ പെണ്ണാകട്ടെ, മക്കൾക്ക് പ്രായപൂർത്തിയായി, അവർക്ക് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം വന്നു തുടങ്ങിയാൽ അവരെ വെച്ചോണ്ടിരിക്കരുത്, നിങ്ങൾ കെട്ടിച്ചു വിടണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കേട്ടോ?